ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ട്രഡീഷണൽ നോളജ്. അതായത് നമുക്കറിയാം, നമ്മൾ ജോഗ്രഫിക്കൽ പ്ലേസിനെ പറ്റി, അവിടേക്ക് വരുന്ന ഓരോ ഡ്രോട്ട്, വരൾച്ച, നമ്മൾ നേരിടുന്ന പല ചലഞ്ചേഴ്സിനെയും പറ്റി അല്ലേ. നമ്മൾ പിന്നെ ചുഴലിക്കാറ്റ്, വരൾച്ച, ദെൻ ഫ്ലഡ്, പിന്നെ എന്താ പറയുക, മണ്ണിടിച്ചിൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിലൊരു ഭാഗമാണ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ട്രഡീഷണൽ നോളജ്. അതായത് നമുക്ക് പിന്നെ ഇനി നമ്മളിപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോരോ പ്രതിസന്ധികളും, അതായത് ഡ്രോട്ട് പോലെയുള്ള, സൈക്ലോൺ പോലെയുള്ള പല പ്രതിസന്ധികളും നമ്മൾ അപ്ഡേറ്റ്സ് ആയിട്ട് ഇപ്പോൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് നോക്കിയിട്ട് വേണം നമ്മൾ വിലയിരുത്തണമെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ട്രഡീഷണൽ നോളജ്. അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് മുമ്പേ മരിച്ചു പോയവർ, അതായത് നമുക്ക് മുമ്പേ ജീവിച്ചിരുന്നവർ എങ്ങനെയൊക്കെയാണോ ഈ ഒരു ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്തത്, എങ്ങനെയാണ് ഇവർ തരണം ചെയ്തതെന്ന് നമുക്ക് എന്ത് നോളജ് പ്രകാരം മനസ്സിലാക്കാം? ട്രഡീഷണൽ നോളജ് പ്രകാരം മനസ്സിലാക്കാം. ഇറ്റ്സ് യുണീക്ക്. ഓക്കെ, അത് യുണീക്സ് ആണ്. ആൻഡ് ട്രഡീഷണൽ ആൻഡ് ലോക്കൽ നോളജ് എക്സിസ്റ്റിംഗ് വിത്തിൻ പെർട്ടിക്കുലർ ജോഗ്രഫിക് ഏരിയ. അതായത് ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായിട്ടുള്ളൊരു ഏരിയ കവർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ലോക്കൽ നോളജ് എക്സിസ്റ്റ്, ലോക്കലായിട്ട് ആ ഒരു പ്രാദേശിക അറിവ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ട്രഡീഷണൽ നോളജ്. അതായത് അവിടെ നമുക്ക് പണ്ടേ താമസിച്ചിരുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും. അവരവിടെ താമസിച്ച് അവർക്കറിയാം കാലാവസ്ഥാ മാറ്റം, അല്ലെങ്കിൽ ആ ഒരു മണ്ണിടിച്ചിൽ, എന്തെങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയ കാര്യം എന്താണ്? മണ്ണ് വാരലും, പിന്നെ നമ്മൾ പുഴയിൽ നിന്നൊക്കെ മണൽ വാരുന്നുണ്ടല്ലോ, അങ്ങനെ നമ്മൾ പ്രകൃതിയെ എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല അന്ന് അല്ലേ. നമ്മൾ പണ്ട് ഹിസ്റ്റോറിക് കാലഘട്ടത്തിലൊന്നും നമ്മൾ ചെയ്തിരുന്നില്ലായിരുന്നു. പാസ്റ്റ് ടെൻസിൽ എന്തില്ലായിരുന്നു, നമ്മൾ പ്രകൃതിയെ വല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതി നമ്മളോട് റിയാക്ട് ചെയ്യുന്നത് നെഗറ്റീവായിട്ട് വല്ലാതെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അപ്ഡേറ്റ്സ് ആയി ഇപ്പം നമ്മൾ പ്രകൃതിയെ മരം വെട്ടുന്നു, പുഴയിൽ നിന്ന് മണൽ വാരുന്നു, മണ്ണ് അതായത് വയലൊക്കെ മണ്ണ് കൊണ്ടുപോയിട്ട് നികത്തി ബിൽഡിംഗ് പണിയുന്നു. അപ്പോൾ ഭൂമിയുടെ ആ ഒരു ആവാസ വ്യവസ്ഥ, നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ഒരു സറൗണ്ടിങ്സിലൊക്കെ വ്യത്യാസം വരുന്നു. അപ്പോൾ നമ്മൾ പ്രകൃതിക്ക് പുഴയ്ക്ക് ഒഴുകാൻ സ്ഥലമല്ല, പുഴയിൽ നിന്ന് മണൽ വാരി പുഴ വെറുതെ ആഴം കൂട്ടി പുഴയുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്നു. കാടിൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ച് അതായത് മരങ്ങൾ വെട്ടുമ്പോൾ വേരോടെ പിഴുതാണ് മരം കൊണ്ടുപോകുന്നത്, വേരുണ്ടാവില്ല. അപ്പം വെള്ളം തടഞ്ഞു നിർത്താൻ വേരുണ്ടാവില്ല. അപ്പം വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഈർപ്പം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ വരൾച്ച ഉണ്ടാവും. വേനൽക്കാലമാകുമ്പോൾ വളരെയധികം എന്തുണ്ടാവുന്നു, നമുക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥ. കാരണം വെള്ളത്തെ റിസർവ് ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ വെള്ളത്തെ സേവ് ചെയ്ത് വെക്കാനുള്ള വേരുകളിലൂടെ അണ്ടർഗ്രൗണ്ട്സിലേക്ക് പോകുന്നില്ല. പോയാലല്ലേ ഈർപ്പുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒന്നൊന്നിനോട് റിലേറ്റഡ് ആയിട്ട് പല പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നത് അതിനെന്ത് നമ്മൾ നോക്കണം? ഇറ്റ്സ് യൂണീക്ക് ആൻഡ് ട്രഡീഷണൽ ലോക്കൽ നോളജ് എക്സിസ്റ്റിംഗ് വിത്തിൻ എ പെർട്ടിക്കുലർ ജോഗ്രഫിക് ഏരിയ. ഒരു പർട്ടിക്കുലർ ജോഗ്രഫിക് ഏരിയയെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇവരെന്തായിരുന്നു ചെയ്തത്, ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള പ്രകൃതിയിൽ വരുന്ന ഈ പ്രശ്നങ്ങളെ ഇവരെങ്ങനെ കൈകാര്യം ചെയ്തിരുന്നു എന്ന് നമ്മൾ അപ്ഡേറ്റ്സ് ആയിട്ട് ഇപ്പോഴുള്ള ഒരു ജനറേഷൻ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത്. അതന്നെ ഇത് ഏതൊക്കെ തരത്തിലുള്ള നോളജിലൂടെ മനസ്സിലാക്കാം? ട്രഡീഷണൽ നോളജ്. ദ ഫസ്റ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ട്രഡീഷണൽ നോളജ്. ദ സെക്കൻഡ് ഈസ് എൻവയോൺമെൻറ്റൽ നോളജ്. അതായത് എൻവയോൺമെൻറ്റൽ നോളജ് മീൻസ് പാരിസ്ഥിതികമായിട്ടുള്ള നോളജ് അല്ലേ. അതും പാരിസ്ഥിതിക നോളജും നെക്സ്റ്റ് ട്രഡീഷണൽ നോളജും വ്യത്യാസമുണ്ട്. കാരണം ട്രഡീഷണൽ പരമ്പരാഗതമായിട്ട് പണ്ടേ ജീവിച്ചു പോയ ആളുകളുടെ അറിവുകളാണ്. പക്ഷെ മറ്റേതോ എൻവയോൺമെൻറ്റ് മീൻസ് ആളുകളല്ല, പരിസ്ഥിതിയാണ്, ജീവനില്ലാത്ത സംഭവം അല്ലേ. ജീവനുണ്ട്, പരിസ്ഥിതിയിലുള്ള ജീവജന്തുജാലങ്ങളുണ്ട്, എങ്കിലും മണ്ണ് അല്ലെങ്കിൽ ഏരിയ എങ്ങനെ ഈ പരിസ്ഥിതിയിൽ പെട്ടെന്ന് വെള്ളം പൊക്കം അല്ലെങ്കിൽ താഴ്ന്ന ഏരിയ അല്ലേ, ആ ഒരു ഏരിയ മീൻസ് ലോക്കൽ നോളജ് എക്സിസ്റ്റ് പെർട്ടിക്കുലർ ജോഗ്രഫിക് ഏരിയ വെച്ചിട്ട് എൻവയോൺമെൻറ്റൽ നോളജ് സ്റ്റഡീസ് നടത്തുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ വെള്ളം, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, അപ്ഡേറ്റ്സ് ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴൊക്കെ വീടുണ്ടാക്കുന്ന സ്ഥലം, നമ്മൾ വയലിൻ്റെ വക്കിൽ പോയി വീടുണ്ടാക്കുമ്പോൾ എന്തായിരിക്കണം, മണ്ണ് കുറേ കെട്ടിപ്പൊക്കിയിട്ട് വീടുണ്ടാക്കണം. അല്ലെങ്കിൽ തറ എന്ത് ചെയ്യും, താഴ്ന്നു പോകും. തറ വെള്ളത്തിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോകുന്ന പറയാം. അപ്പോൾ അത് ജോഗ്രഫിക്കൽ ഏരിയ നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാം, ഇത് വെള്ളമാണ്.
താഴ്ന്ന പ്രദേശമാണ്, പെട്ടെന്ന് വെള്ളം കയറും. അപ്പോൾ വീട് വെച്ച് താമസയോഗ്യമാക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഓൾറെഡി കോമൺ സെൻസ് ഉള്ള നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ പ്രായമായവർ പറയും അവിടെ വീട് വെക്കാൻ പറ്റുന്ന സ്ഥലമല്ല. അങ്ങനത്തെ ഒരു നോളജ്, അത് എൻവയോൺമെൻറ്റൽ നോളജ്. ആൻഡ് നെക്സ്റ്റ് എക്കണോമിക്കൽ നോളജ് അല്ലേ. എക്കണോമിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തികപരമായ, അതായത് മണ്ണ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി വെരി വെരി ഇമ്പോർട്ടൻസ് ആയിട്ടൊരു സംഭവമാണ് മണ്ണ്. അതായത് ആ മണ്ണിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, എന്തൊക്കെ നമുക്ക് ധാന്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അതൊക്കെ എക്കണോമിക്കലി യൂസ്ഫുൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാനുള്ള ഒരു ഏരിയ തന്നെയാണ് എക്കണോമിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ. ആ നോളജ് പ്രകാരം എന്താണ്, ആ നോളജ് പ്രകാരം നമുക്ക് അവിടെ എന്തെങ്കിലും ചെടികളോ ധാന്യവർഗ്ഗങ്ങളോ എന്തെങ്കിലും ഭാവിയിലേക്ക് ഫ്യൂച്ചറിലേക്കുള്ള എന്തെങ്കിലും എക്കണോമിക് സേവിങ്സിന് പറ്റുന്ന എന്തെങ്കിലും കണ്ടീഷനാണോ നമുക്ക് എക്കണോമിക് നോളജ് പ്രകാരം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ട്രഡീഷണൽ നോളജിൽ മനസ്സിലാക്കുന്നത്. ദെൻ പിന്നെ ഡ്രോട്ട്സ്, പ്രധാനമായും ഈ വരൾച്ച നേരത്തെ പറഞ്ഞല്ലോ പ്രകൃതി നമ്മളോട് ചെയ്യുന്ന, അത് വന്നത് ഗുജറാത്ത്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് ആൻഡ് ആനിമൽ ബിഹേവിയർ. അതായത് ഗുജറാത്ത്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് എന്നീ പ്രദേശങ്ങളിൽ ഡ്രോട്ട്സ് കുറേയൊക്കെ വന്ന് നമുക്ക് എന്തായിട്ടുണ്ട്, വളരെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ട്രഡീഷണൽ നോളജ് പ്രകാരം ഇതിനൊക്കെ അനലൈസ് വിശദമായി പഠിച്ചാൽ ഇനി വരാതിരിക്കാൻ പ്രിവെൻഷൻ, അതായത് നമുക്ക് ഇനി വരാതിന് മുൻകരുതൽ എന്നോണം നമ്മളതൊന്ന് ആ നോളജ് എല്ലാം അറിയുന്നത് നല്ലതാണ്. കാരണം ഇനി വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാമല്ലോ. ഭാവി തലമുറക്ക് വലിയ ഭീഷണിയായിട്ട് ഡ്രോട്ട്സും സൈക്ലോൺസും ഫ്ലഡ്സും ദെൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും, സോയിൽ സ്ലൈഡും ഡ്രോട്ട്സും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിനെ നമുക്ക് സേവ് ആക്കണമെങ്കിൽ ഇത്തരം നോളജൊക്കെ നമുക്ക് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻഡിജീനിയസ് നോളജ് ഓഫ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ അല്ലേ. അത് റിസ്ക് ആണ്, നമുക്കറിയാം എന്താണ് റിസ്ക് റിഡക്ഷൻ. ഓക്കെ, മിസ് അത് വായിച്ചു തരാം. റിസ്ക് റിഡക്ഷൻ. എന്താണ് റിസ്ക്? നമുക്കറിയാം ഇതെല്ലാം നമ്മൾ ഏറ്റെടുക്കുന്ന റിസ്ക് തന്നെയാണ് അല്ലേ, റിസ്ക്. ഓക്കെ, ജസ്റ്റ് എന്താണ് ഈ റിസ്ക് റിഡക്ഷനെ പറ്റി നമുക്ക് ദിസ് സെക്ഷൻ ഡിസ്കസ് ഹൗ ദ ട്രഡീഷണൽ നോളജ് ഹെൽപ്പ് ടു റെഡ്യൂസ് ദി disaster. Always obvious the local people know that their land and environmental thoroughly well. They have a unique ability through the traditional wisdom. അതായത് ലോക്കൽ നോളജിൽ നേരത്തെ പറഞ്ഞ ലോക്കൽ നോളജുമായി ബന്ധപ്പെട്ട് ട്രഡീഷണൽ നോളജുമായിട്ട് നമുക്ക് കുറച്ചും കൂടി തിരിച്ചറിവോട് കൂടി ചിന്തിച്ചാൽ മുൻകരുതൽ എന്നോണം കുറേയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതൊക്കെ കുറച്ചുകൊണ്ട് റെഡ്യൂസ് ചെയ്യാൻ, തുടച്ചു നീക്കാം. വല്ലാതെ തുടച്ചു നീക്കാൻ പറ്റുന്നില്ല എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മുൻകരുതൽ എടുത്ത് അത് ജസ്റ്റ് ഒന്ന് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ദ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഇൻ SFDRR. എന്താണ് SF? ഇതിൽ ഫസ്റ്റ് ഈസ് SFDRR. എന്താണ് വായിക്കുക? അതായത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഓക്കെ, ഇറ്റ് ഈസ് 2015 to 2030 വരെ. ഓക്കെ, 30 വരെ ടച്ച് ഗ്ലോബൽ റീജിയൻ ലെവൽ റിക്വസ്റ്റ്. ഇറ്റ്സ് എ റിഡക്ഷൻ ഗ്ലോബൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഓഫ് ദ ഗ്ലോബൽ. അതായത് SFDRR. എന്താണ് SFDRR? ഇറ്റ്സ് എ ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. അതായത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഇസ് ഗ്ലോബൽ റീജിയൻ ലെവൽ ഇസ് റിക്വയർഡ്സ് എ മൾട്ടി ഹസാർഡ് അപ്രോച്ച് ഇൻ എക്സ്ക്ലൂസീവ് റിസ്ക് ആൻഡ് ഇൻഫോം ഡിസിഷൻ മേക്കിംഗ് ഇസ് ബേസ്ഡ് ഓൺ ദി ഓപ്പൺ എക്സ്ചേഞ്ച് ഓഫ് dissemination disaggregated data including the age and disability as well as easily accessible to update and comprehensive scientific based non-sensitive risk information completed by traditional knowledge. ട്രഡീഷണൽ നോളജ് ബേസ് ചെയ്ത് നമുക്ക് പല ഡാറ്റാസും കളക്ട് ചെയ്യാൻ പറ്റും.
ആ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിനനുസരിച്ച് അത് ഡിവൈഡ് ചെയ്യണം. അതായത് എന്തൊക്കെ ഡാറ്റാസാണ്, അതായത് ഇപ്പോൾ ജോഗ്രഫി കണ്ടീഷനെ പറ്റി, എക്കണോമിക്സ് നോളജ്, ട്രഡീഷണൽ നോളജിലെ ആ നോളജൊക്കെ എക്കണോമിക് നോളജ് വേറെ തന്നെ ഡിവൈഡ് ചെയ്യുക, ജോഗ്രഫിക്കൽ നോളജ് വേറെ തന്നെ, എൻവയോൺമെൻറ്റൽ നോളജ് വേറെ തന്നെ ഡാറ്റാസ് കളക്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഈ ഒരു റിസ്ക് റിഡക്ഷനിലേക്ക് കൊണ്ടുവരാനാണ് ഇതിൽ നമ്മൾ ശ്രമിക്കുന്നത്. കമ്പൈനിങ് ദ ട്രഡീഷണൽ നോളജ് വിത്ത് സയൻറ്റിഫിക് എക്സ്പീരിയൻസ് ഇസ് മോർ ദ റെലവൻറ്റ് ദ ക്യൂർ കോണ്ടക്ട്. നോയിങ് ദ ഡോക്യുമെൻറ്റ്സ് ഓഫ് ട്രഡീഷണൽ നോളജ് ഈസ് നോട്ട് എഫക്റ്റീവ് അൺലെസ് ഇൻക്ലൂഡഡ് ദ ഡിസാസ്റ്റർ റിഡക്ഷൻ ഓഫ് ആക്ടിവിറ്റീസ്. അതായത് റിഡക്ഷൻ ആക്ടിവിറ്റീസ്, അതായത് ഈ ഒരു നമ്മളെന്താ പറയുക, ഈ ഒരു റിഡക്ഷൻ അതായത് കുറച്ച് കൊണ്ടുവരാൻ നമ്മളെ ഡിസാസ്റ്റേഴ്സ് നമ്മൾ നേരിടുന്ന പല വെല്ലുവിളികളും ദുരന്തങ്ങൾ നമ്മൾ റിഡക്ഷൻ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ട്രഡീഷണൽ നോളജ് പ്രകാരമുള്ള എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഇറ്റ്സ് എ ഡോക്യുമെന്റ്. ട്രഡീഷണൽ നോളജ് ഈസ് നോട്ട് എഫക്റ്റീവ് അൺലെസ് ഇൻക്ലൂഡഡ് ദ ഡിസാസ്റ്റർ റിസ്ക്. ഇറ്റ്സ് പീപ്പിൾ പാർട്ടിസിപ്പേഷൻ grassroots travel and reports suggest that the understanding of disaster risk at national and local level is important to ensure the use traditional local knowledge of ഓപ്പർച്യൂണിറ്റീസ്. അത് ഓരോ അവസരങ്ങളിലും ഇത് നാഷണൽ ആൻഡ് ലോക്കൽ ആൻഡ് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റേഴ്സ്, അതായത് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റേഴ്സും നാഷണൽ ഡിസാസ്റ്റേഴ്സും ലോക്കലായിട്ടുള്ള ഡിസാസ്റ്റേഴ്സും ഒക്കെ കാറ്റഗറൈസ് ചെയ്യാനൊക്കെ ഈ ഒരു SFDRR റിസ്ക് റിഡക്ഷൻ ആ ഒരു കാറ്റഗറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻ ദിസ് ഇഫക്ട് പാൻ അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ സജസ്റ്റഡ് ദാറ്റ് ദ പോയിന്റ്സ് ഓഫ് ഇൻക്ലൂഡ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഈസ് പ്ലാനിങ്, സെക്യൂർ ദി ഇൻപുട്ട് ഇൻഡിജിനസ് പീപ്പിൾ ഇൻ ദെയർ കൾച്ചറൽ ആൻഡ് എൻവയോൺമെൻറ്റൽ നോളജ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ്. അതായത് ഏത് ലോക്കലിൽ താമസിക്കുന്ന ആൾക്കാരോ, അതായത് നമ്മൾ അപ്ഡേറ്റ്സ് ആയിട്ട് കാര്യങ്ങളല്ല പറയുന്നത്. പണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പണ്ട് ജീവിച്ചിരുന്ന ആളുകളോട് ഡാറ്റാസ് കളക്ട് ചെയ്ത് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം 90% അവരുടെ അഡ്വൈസും അവരുടെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോവുക. ഓക്കെ, ദെൻ കൺസിഡറിങ് ദ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് ഡിസാസ്റ്റർ ഇൻഡിജിനസ് പീപ്പിൾ. ഇൻഡിജിനസ് പീപ്പിൾ എന്ന് പറയുന്നത് ഇൻഡിജിനസ് പീപ്പിൾ മീൻസ് തദ്ദേശവാസികളായ ജനങ്ങളുടെ അറിവ് വെച്ച് ക്ലൈമറ്റ് കണ്ടീഷനും ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ ഡിസാസ്റ്റർ വരുമ്പോൾ മുൻകരുതലുകൾ എടുക്കാൻ. ആൻഡ് കൊളാബറേറ്റിംഗ് ഇൻഡിജിനസ് പീപ്പിൾ ഇസ് ഡിസൈൻ ദി ഇംപ്ലിമെൻറ്റ് ഓഫ് ഏർലി വാർണിംഗ് സിസ്റ്റം ടു ഓർഡർ ടു എൻഷുർ ദ കൾച്ചറൽ റെലവൻസ്. അതായത് ഏർലി വാർണിങ്സ്, അവർ മുൻപേ നമുക്ക് തരുന്ന വാർണിങ്, അതായത് ഇന്ന സംഭവം അങ്ങനെ ഉണ്ടാവും, ഇനി നെക്സ്റ്റ് എന്തെങ്കിലും, അതായത് കൊടുങ്കാറ്റ് വരാൻ സാധ്യതയുണ്ട്, അവിടെ എന്തെങ്കിലും ഒരു ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് അവർക്ക് കിട്ടുന്ന നോളജ് ഇൻഫർമേഷൻസ്, അതിൽ ഡാറ്റ കളക്ഷൻസ് ശേഖരിച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ എന്തിലേക്ക് പോകാൻ, SFDRR റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറീസിലേക്ക് പോവുക. ഓക്കെ, എന്നാൽ മാത്രം അതായത് ട്രഡീഷണൽ നോളജിനും, അതായത് മിസ് നേരത്തെ വായിച്ചല്ലോ, കൊളാബറേറ്റിംഗ് ആൻഡ് കൺസിഡറിങ് ഹൗ ദ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് ദ ഡിസാസ്റ്റർ ഇൻഡിജിനസ് പീപ്പിൾ. അതായത് ഇൻഡിജിനസ് മീൻസ് തദ്ദേശവാസികൾ, ആ ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് താമസിക്കുന്ന തദ്ദേശീയരായ ജനങ്ങളുടെ നോളജ്, അത് തന്നെയാണ് എന്തും ട്രഡീഷണൽ നോളജ് എന്ന് പറയുന്നത് അല്ലേ. അവർക്കറിയാം ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റൽ നോളജ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഡാറ്റാസും അവരുടെ നോളജും കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, മുൻകരുതലുകൾ എടുക്കാൻ. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, റിസ്ക് റിഡക്ഷനിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെ നോളജിലേക്കാണ് പോയത്? ഒന്ന് ട്രഡീഷണൽ നോളജ് വേണം, നെക്സ്റ്റ് എൻവയോൺമെൻറ്റൽ നോളജ് വേണം, പിന്നെ നമുക്ക് എന്ത് വേണം, നേരത്തെ മിസ് പറഞ്ഞു ആ ഒരു ട്രഡീഷണൽ നോളജിലാണ് ഇപ്പോൾ പറഞ്ഞ മിസ് ഈ പോയിൻ്റൊക്കെ അവർ പറയുന്ന, അതായത് പല എന്തെങ്കിലും ചുഴലിക്കാറ്റോ വരൾച്ചയോ അങ്ങനെ മണ്ണിടിച്ചിലോ ആ ഒരു എൻവയോൺമെൻറ്റൽ നോക്കിയിട്ട് അവർ പറയുന്നത് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം, അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ റിസ്ക് ഒക്കെ ഒന്ന് റിഡക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നാണ് പറയുന്നത്. എൻകറേജിങ് ഇൻഡിജിനസ് ഗ്രൂപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് വിൽ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് കമ്മ്യൂണിറ്റി. അതായത് എൻകറേജ് ചെയ്യാൻ ഇങ്ങനെയുള്ള തദ്ദേശവാസിയരായ ജനങ്ങളുടെ ഇൻഫോർമേഷൻസ് ആൻഡ് ഡാറ്റ കളക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുക. അത് കാണാതെ പോകരുത്, അവരെ മൈൻഡ് ചെയ്യാതെ പോയാൽ നമ്മൾ അപ്ഡേറ്റ്സായി നടക്കുന്ന ഓരോ പ്രശ്നം നമ്മൾ മാത്രം എടുക്കുന്ന തീരുമാനങ്ങളല്ല. പണ്ട് ജീവിച്ചിരുന്നവർ ഇതൊക്കെ അതിജീവിച്ചിട്ടാണ് ഇപ്പോൾ അവരുടെ ആ ഒരു അറിവ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്തിരുന്നത്, നമുക്കിപ്പോഴുള്ള ഡാറ്റ കളക്ട് ചെയ്തിരുന്നത്. ഓക്കെ.